ഹായ് ഹലോ ശ്രീലു. എല്ലാം പറഞ്ഞും കൊണ്ടും ഫൈറ്റ് ചെയ്തും കൊണ്ടും കുറേ ആളെ ഇടല്ലിങ്ങനെ വിളിച്ചു കയറിയും കൊണ്ടൊക്കെ നമുക്ക് യാത്ര തുടരാം. പോരാട്ടത്തിലേക്ക് സ്വാഗതം. പോരാടാം, പറഞ്ഞു പോരാടാം അല്ലേ? ബാ. എന്നെ ഒരുപാട് അതായത് ഇപ്പം നമ്മൾ കടന്നു പോയ സ്റ്റേജിലോ അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ വിളിക്കുക, മെസ്സേജ് അയക്കുക. ഞാനൊരു 4 ദിവസമായിട്ട് ചെയ്യുന്ന വീഡിയോസിന് എനിക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ട്. എനിക്ക് അത് തന്നെ പറയാനുള്ളൂ. നമ്മളെ സാഹചര്യമാണല്ലോ നമ്മളെ എല്ലാത്തിലേക്കും എത്തിക്കുന്നത്. നമ്മൾ ഭർത്താവില്ലാത്ത സ്ത്രീയായിട്ടോ, വിധവയായിട്ടോ, വേശ്യയായിട്ടോ, അല്ലെങ്കിൽ കള്ളിയായിട്ടോ, അല്ലെങ്കിൽ ഫൈറ്ററായിട്ടോ ഒന്നുമല്ല ജനിക്കുന്നത്. സാഹചര്യമാണ് എത്തിക്കുന്നത്. അപ്പം ചില സാഹചര്യത്തിൽ നമ്മളറിയാതെ നമ്മളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ആലോചിച്ച് ടെൻഷനൊന്നും ആവണ്ട. നമ്മളറിയാതെ പറ്റിപ്പോയതാണ്. പക്ഷേ ചിലയാൾക്ക് 20 വയസ്സിലായിരിക്കും, ചിലയാൾക്ക് 30-ലായിരിക്കും, ചിലയാൾക്ക് 50-ലായിരിക്കും. ഒരു തിരിച്ചറിവ്, അറിവല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, തിരിച്ചറിവ്. ആ തിരിച്ചറിവ് വന്നതിന് ശേഷം പറ്റരുത്. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ് ഈ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. കേട്ടല്ലോ? അപ്പം എനിക്കൊരു 30 വർഷം മുന്നേ ഇങ്ങനൊരു വീഡിയോ കാണാനോ അല്ലെങ്കിൽ എനിക്കാരെങ്കിലും നേരിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു തരാനോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കൂല. അപ്പം ആ അറിവില്ലായ്മയും സാഹചര്യം എല്ലാം കൊണ്ടാണല്ലോ. അതിനെക്കുറിച്ച് പിന്നെ നമ്മളായിട്ട് ചെയ്തത്, നമ്മൾ അറിഞ്ഞും കൊണ്ടല്ലാത്ത കാര്യത്തിൽ നമ്മൾ കുറ്റബോധമൊന്നും വേണ്ട. പിന്നെ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ ഭാഗത്ത് തെറ്റില്ലാതെ നമ്മളെ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറയാന്നുള്ളത് നമ്മളെ പൂർണ്ണ ഉത്തരവാദിത്വമാണ്. അത് നമ്മളെ സമൂഹത്തോട് തന്നെ ചെയ്യേണ്ട ഒരു ബാധ്യതയാണ്. ബാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാൾക്ക് ആ ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ ഒരാളെങ്കിലും രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഭർത്താവ് ഒഴിവാക്കിയ അച്ഛനില്ലാത്ത മക്കൾ, എസ്പെഷ്യലി അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ 2 ആൾ സ്നേഹിച്ച് ശരീരവും മനസ്സും ഷെയർ ചെയ്തിട്ട് നമുക്കൊരു കുട്ടി വേണം എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടാവുന്നതും, ഒരാൾ അയാളെ ആവശ്യങ്ങൾ തീർക്കാൻ വന്ന് ഉണ്ടാക്കി പോകുന്നതും രണ്ടും രണ്ടാണ്. തീർച്ചയായിട്ടും രണ്ടും രണ്ടാണ്. പിന്നെ ഈ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള ആഘാതം മുഴുവൻ ലേഡീസിനാണ്. പിന്നെ ഇവരെ നേരം വഴിക്ക് വളർത്തിക്കൊണ്ടുവരാന്നുള്ള ഉത്തരവാദിത്വം ലേഡീസിന്. ഈ ഉണ്ടാക്കിയവൻ ഭൂമിയിലുണ്ടെങ്കിൽ അവനെ നമ്മൾ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. അവനെ നിയമപരമായിട്ട് കിട്ടാവുന്നതെല്ലാം നമ്മൾ നേടിയെടുത്തേ പറ്റൂ. എൻ്റെ മക്കൾക്കൊന്നും ചെലവിന് കിട്ടിയിട്ടില്ല. കാരണം അവൻ്റെ അഡ്രസ്സിൽ അവനില്ല. 3 പ്രാവശ്യം കോടതിയിൽ നിന്ന് നോട്ടീസ് അയച്ചപ്പം അവൻ കൈപ്പറ്റിയില്ല. അപ്പം എനിക്ക് എക്സ്പേർട്ടി വിധി വന്നു. അപ്പം ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവനെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിട്ട് ലുക്കൗട്ട് നോട്ടീസ് അയക്കണം. അവൻ്റെ മുഖം ലോകം മുഴുവൻ ഒട്ടിക്കണം. ഉണ്ടാക്കിപ്പോയവൻ്റെ മുഖം ലോകം മുഴുവൻ ഒട്ടിക്കണം. അതിനപ്പുറം ഏതെങ്കിലും ഒരു ജീവന അനാഥാക്കിയിട്ട് ഭൂമിയിലേക്ക് ഉണ്ടാക്കാന്നില്ലെങ്കിൽ കവിഞ്ഞിട്ടൊരു ക്രിമിനൽ കുറ്റമൊന്നും ഈ ഭൂമിയിലില്ല.
അതായത് നാഥനും നായും ഇല്ലാത്ത ജീവനുകൾ രണ്ടോ മൂന്നോ ഒന്നോ എല്ലാം ഉണ്ടാക്കി വിട്ടിട്ട് മാറി 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 മാറിപ്പോയി അവിടെയും എല്ലാം ഉണ്ടാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ അവരാണ്. അപ്പം അവരെ പോരാടി ആ സംഭവത്തിന് കൂട്ടുനിന്നവരെ അവൻ്റെ ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് അവൻ തനിയെ പുറത്തേക്ക് വരും. അവൻ്റെ അച്ഛനും അമ്മേനെയും പിടിക്കണം, അവൻ്റെ ഈ കൂട്ടുനിന്ന പെങ്ങളുണ്ടെങ്കിൽ പെങ്ങളെ അളിയനെ മുഴുവൻ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. സ്വന്തം വീട്ടുകാർ നാറുമ്പം ഈ ഉണ്ടാക്കുന്ന പണിക്ക് വരാൻ ഒന്ന് പേടിക്കും. അപ്പോൾ പിന്നെ ലേഡീസ് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. വെറുതെ വരുമ്പോൾ കിടന്ന് കൊടുക്കരുത്. സത്യത വാതിൽ കഥക്ക് തുറക്കരുത്. നമുക്ക് നമ്മളോട് ഉത്തരവാദിത്വമില്ല, സ്നേഹമല്ല അഭിനയമായിരിക്കും. നമ്മളോട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നമുക്കത് വേറെ മനസ്സിലാവും. ഉത്തരവാദിത്വം എന്നുള്ളത് വേറെയാണ്. അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മളെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ മാനസികമായിട്ട് പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നമ്മളെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി തരാനോ അത് ക്ലിയർ ചെയ്യാനോ വേണ്ടെങ്കിൽ കൊണ്ട് ഒഴിവാക്കാം. ഇത് ഒഴിവാക്കൂല. അത് പിന്നെ ബന്ധം വേണ്ടെങ്കിൽ ഒഴിവാക്കുക വേണ്ട. അല്ലാതെ ആവശ്യങ്ങൾ തീർത്ത് മക്കളെ ഉണ്ടാക്കിയതിന് ശേഷം വേറെ പെണ്ണുങ്ങളെ കൂടെ പോവുക, അല്ലെങ്കിൽ നമ്മൾ വേറൊരാണുങ്ങളെ തേടി പോവുക. അപ്പം ഈ മക്കളെന്ത് ചെയ്യും? അപ്പം സ്ത്രീകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അന്നേരം നിങ്ങൾ എനിക്ക് തുരക്കാൻ പറ്റുമെന്ന്. ഇന്നത്തെ കാലത്ത് കുറേ നമുക്ക് പിടിക്കാൻ പറ്റും, കുറേ നമുക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ അയ്യോ കല്യാണം കഴിഞ്ഞു കുറച്ച് നാളെല്ലാം നമ്മളിങ്ങനെ ആ മോഹ വലയത്ത് പെട്ടിട്ട് പലതും അങ്ങ് ചെയ്യും. പലതും ഈ ന്യൂ കപ്പിൾസ് കാണുന്നില്ലേ, അതുവരെ നമ്മളോട് സംസാരിച്ച് ചില ന്യൂ കപ്പിൾസൊന്നും നമ്മളെ കാണുമ്പോൾ മൈൻഡ് ചെയ്യൂല. എസ്പെഷ്യലി ലേഡീസ്, അവരെന്തോ വലിയ ലോകം കീഴടക്കിയൊരു അഹങ്കാരത്തോടെ പോകുന്ന കാണാം ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം. അവർ മാത്രം കല്യാണം കഴിച്ച പോലെ അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അപ്പം അവർ ഈ വലയത്തിൽ വീണത് കൊണ്ടാണ് ആ സംഭവം. പിന്നെ എല്ലാവരും കല്യാണം കഴിക്കുന്നത് ഗവൺമെൻറ് എംപ്ലോയീസിനല്ല. ഇങ്ങനെ നമുക്ക് ഈട് കിട്ടുന്ന കല്യാണം അല്ലല്ലോ എല്ലാ കല്യാണവും. ഇപ്പോൾ ഭർത്താവ് നോക്കാത്തവർ കുട്ടികളെയും കൊണ്ട് സാലറീൻ്റെ പകുതി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ സംവിധാനമുണ്ട്. ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെതെല്ലാം നമുക്ക് കുറച്ചെങ്കിലും എല്ലാം മേണിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ അതിലെല്ലാം അങ്ങനെ മേണിക്കുന്നതും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വത്ത് എടുക്കുന്നതും, അല്ലെങ്കിൽ അയാളെ പൈസ വാങ്ങുന്നതും, അതെല്ലാം വേറൊരു വശമാണ്. നമുക്ക് എത്ര കോടി കൊടുത്താലും കിട്ടാത്ത മാനസികമായിട്ടും ശാരീരികമായിട്ടും വരുന്ന തളർച്ചക്കാര് ഉത്തരവാദിത്വം ഏൽക്കും. പിന്നെ എന്നെപ്പോലെയൊക്കെ എൻ്റെ വീട്ടുകാരൊക്കെ എന്നെപ്പോലെ ചെയ്ത, ഞാനിപ്പോൾ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അനുഭവമുള്ളവരാണെങ്കിൽ ആ ഓൺ ദി സ്പോട്ടിൽ പാട്ട പറക്കാനോ ഇവർ മുന്നിൽ അങ്ങനെയുള്ള ജോലി കുറച്ചും കൂടി നമുക്ക് ആപ്റ്റായിട്ട് തോന്നും. നമ്മൾ ആക്രി സാധനം പറക്കാം ഇവരെ മുന്നിൽ, ഇവരെ വീട്ടിൽ കയറണ്ട. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അടുക്കള ജോലിക്ക് പോവാം. നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിച്ച് കാണിക്കണം. അല്ലാണ്ട് അവരവരെ കൂടപ്പറപ്പുകൾ കൊണ്ടിടുന്ന പഴയ തുണിയെടുക്കാനോ, അവരെ ഭർത്താവ് അധ്വാനിച്ചിട്ട് കിട്ടുന്ന 300 500 മാസത്തിൽ പിന്നെ വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോൾ വാങ്ങിയിട്ട് ആ ആഹാരം കഴിച്ച് ജീവിക്കാൻ ഒരൊറ്റ ലേഡീസ് നിൽക്കരുത്. അപ്പം അവരെന്ത് ചെയ്യുമെന്നറിയോ, അവസരം കിട്ടുമ്പം വന്നിട്ട് എല്ലാറ്റിനും നിൽക്കും. അതുകൊണ്ട് ഒരൊറ്റ ലേഡീസും ഔദാര്യത്തിന് നിൽക്കാൻ പാടില്ല. പിന്നെ പഠിച്ച ജോലി തന്നെ കിട്ടണമെന്നില്ല, എക്സിക്യൂട്ടീവായിട്ട് പോയിട്ട് നിൽക്കാനൊന്നും പറ്റണമെന്നില്ല. നമ്മളന്നേരം ആക്രി പറക്കണം വരെ മുന്നിൽ. ആക്രി പറക്കണം. അത് ജീൻസും ടോപ്പ് ഇട്ടിട്ട് പറക്കാൻ പറ്റുമെങ്കിൽ പറക്കണം. ഇന്ന ഡ്രസ്സ് ഇട്ടിടൂ, ഇന്ന ജോലി ചെയ്തിടൂ എന്ന് എവിടെയും പറയുന്നില്ല. തറവാട്ടുകാരെയും വിറ്റ തെണ്ടികളെയും, വിറ്റതിന് ശേഷം മുതലെടുക്കാൻ വരുന്ന തെണ്ടികളെയും, വിറ്റതിന് ശേഷം ശല്യം ചെയ്യാൻ വരുന്ന നാട്ടുകാരെയും എല്ലാം മുന്നിൽ നമ്മൾ അങ്ങനെ നടന്ന് കാണിച്ചു കൊടുക്കണം. നമ്മൾ ഇന്നറും ബ്രായും ഇട്ടിട്ടാണ് നടക്കാൻ തോന്നും.
നമുക്ക് ആക്റ്റായ രീതിയിൽ നമ്മൾ നടന്ന് കാണിച്ചു കൊടുക്കണം. തോട്ടിട്ടുണ്ടെങ്കിൽ കൈവെട്ടണം. ആ ആക്രി പറക്കാൻ പോകുമ്പോൾ നമ്മൾ കത്തിയെടുത്ത് കയ്യിൽ വെക്കണം. മറ്റുള്ള വീട്ടിൽ ജോലിക്ക് പോകുന്ന അടുക്കള പണിയെടുക്കാനേ പോകുന്ന കത്തി കയ്യിൽ വെക്കണം. ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം ചെറുവത്തൂർ ലോക്കലിന് വന്നിറങ്ങി നമ്മൾ സ്ഥിരം ഒരു ട്രെയിനിന് വരുന്ന കാണുമ്പോൾ വഴിയിൽ തടഞ്ഞ് നിൽക്കും. അതായത് ഇന്നത്തെ പോലെ വെളിച്ചോ വലിയ മതിലൊന്നും അല്ലാതെ ഈ മണ്ണ് കോരിയ കയ്യാലേൻ്റെ സമയത്ത് നമ്മൾ ചിലപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്താനായിരിക്കും, അല്ലെങ്കിൽ കുട്ടിക്ക് സുഖമില്ലാഞ്ഞിട്ട് മരുന്ന് വാങ്ങാനായിരിക്കും 8 മണിക്ക് പോകുന്നത്. അതാ പോന്നാന്നൊക്കെ പറയുന്ന നാറി മറ്റേ മോളെല്ലാം ഉണ്ടായിനി. ഇവിടെ ഞങ്ങളെ മുന്നിലൊരു വായനശാലയുണ്ട്. ഞാൻ ഒരു മരുന്ന് വാങ്ങാൻ വേണ്ടി ഇവിടെ കിട്ടാത്തത് പയ്യന്നൂരേക്ക് വാങ്ങാൻ ഓടുമ്പോൾ ഒരു ചെറ്റ ഡാഷ് മോള് പറയുന്നത്, ഓ പോകുന്നുണ്ട് എന്ന്. ഒരു ചെറ്റ ഡാഷ് മോള് വലിയ ലോകം അറിയപ്പെടുന്ന നേതാവിൻ്റെ വീട്ടിലേക്ക്. അതുകൊണ്ട് ഇവരോടെല്ലാം ചാപ്ര പുച്ഛം. ആ പുച്ഛത്തിനൊന്നൊരു വാക്കില്ല. ആ പുച്ഛത്തിന് വാക്കില്ല. അതുകൊണ്ട് പിന്നെ അധിക പെണ്ണുങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു പറ്റിയ ജോലി കിട്ടുന്നില്ല. പറ്റിയ ജോലി ഒരുപാടുണ്ട്. സർക്കാർ സ്ഥാപനം അടിച്ചു വാരിക്കൂടൂ, സർക്കാർ സ്ഥാപനത്തിലെ ജോലിക്ക് പോയിക്കൂടൂന്ന് ഏത് ഡിക്ഷണറിയിൽ എഴുതി വെച്ചിരിക്കുന്നത്? സർക്കാർ ജോലി വാങ്ങി ജീവിക്കാന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ ഭൂമിയിലേക്ക് വന്നത്? അല്ലെങ്കിൽ ഭർത്താവില്ലാത്ത സ്ത്രീയായിട്ട് ജീവിക്കാന്ന് പറഞ്ഞിട്ടാണോ ഭൂമിയിലേക്ക് ഉണ്ടാക്കി വിട്ടത്? അച്ഛനില്ലാത്ത മക്കളെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണോ നമ്മൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? ആണോ? നിങ്ങൾ ആരെങ്കിലും സ്വന്തം അച്ഛൻ്റെയോ അമ്മേൻ്റെയോ കൂടപ്പറപ്പുകളെയോ വീട്ടിൽ കല്യാണം കഴിച്ച് വന്നവരെയോ ഔദാര്യത്തിന് നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സ്പോട്ടിൽ മതിയാക്കിക്കൊള്ളണ പരിപാടി. ഉത്തരവാദിത്വമില്ലാത്ത തെണ്ടി നടക്കുന്ന വെള്ളടിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ നടന്ന് നമ്മളെ മിസ്യൂസ് ചെയ്യാനാണ് വരുന്നതെന്ന് കാണുന്നുണ്ടെങ്കിൽ അവൻ്റെ മക്കളെ പ്രസവിക്കാനും നിൽക്കരുത്. എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയ കുറ്റബോധവും എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? 2 കുട്ടികളെ പ്രസവിച്ചു എന്നുള്ളത്. എല്ലാ സ്ത്രീകളും അഭിമാനിക്കുകയല്ലേ ചെയ്യുന്നത്. മക്കളുണ്ട് അതിൽ നിങ്ങൾ അഭിമാനിക്കുകയല്ല ചെയ്യേണ്ടത്. അന്തസ്സായിട്ട് നോക്കുന്നവൻ്റെ മക്കള്, അങ്ങനെയില്ല മക്കള് അച്ഛനും അമ്മയും ചേർന്ന് നോക്കുന്ന മക്കളാണെങ്കിൽ മക്കളെല്ലാം നമുക്കും കിട്ടും. തനിച്ച് വളർത്തിയ മക്കളതൊരു ചെറിയ പോരായ്മയായിട്ട് എപ്പോഴും ഉണ്ടാവും. പിന്നെ നമ്മളെ അറിവുകേട് കൊണ്ടും നമ്മളെ വിവരക്കേട് കൊണ്ടും ചെയ്ത തെറ്റിൻ്റെ എല്ലാ നെഗറ്റീവ്സും അനുഭവിക്കുന്നത് ആ മക്കളാണ്. ഞാൻ കരയുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കി നിന്നത് എൻ്റെ മക്കളാണ്. ഇവിടെയില്ലേ ലോക്കൽ നേതാക്കന്മാർ എൻ്റെ വീട് വിളയുമ്പോൾ പഴയ വീട്ടിൻ്റെ ഈ ജനലിൻ്റെ കമ്പി പിടിച്ചിട്ട് 3 വയസ്സായ കുട്ടി ഭയങ്കര അതിശയപ്പെട്ട് നോക്കിയത് കുട്ടിയാണ്. അപ്പോൾ ഒരു നേതാവ് എന്താ പറഞ്ഞതെന്നറിയോ? അയാളെ ഉടുത്ത തുണി പൊക്കിയിട്ട് പറഞ്ഞത്, ഒരു പുല്ലും നിനക്കാക്കാൻ പറ്റൂലെന്ന് എന്നോട്. അതെന്തിന്? അതും ചോദിക്കണം. ഞാൻ ആരെയും കൊത്താനും കൊല്ലാനും പോയതിനല്ല. എന്നെ വിറ്റ തെണ്ടി വർഷങ്ങൾക്ക് ശേഷം അപ്പുറത്തൊരു വീടെടുത്തു. അവൻ കുറച്ച് ക്യാഷ് ഉണ്ട്. അപ്പം എൻ്റെ പശു, എൻ്റെ ജീവിതോപാധി, അയാളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം എങ്ങനെയെന്നറിയോ? അയാൾക്ക് ചാണകത്തിൻ്റെ സ്മെല്ല്. മനസ്സിലായോ? അയാൾക്ക് ചാണകത്തിൻ്റെ സ്മെല്ല്. അപ്പം അവിടെ തൊഴുത്ത് പറ്റൂല, മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഈ ക്ഷേപ്രകൾ വന്നത്. എന്നിട്ട് അവൻ ഒന്നും അറിയാത്ത മക്കളെ മുന്നിൽ വെച്ച് തുണി പൊക്കിയിട്ട് പറയാ, എനിക്കൊരു പുല്ലും പറ്റൂല എന്ന്. നീ ആ തൊഴുത്ത് അവിടെ നിന്ന് മാറ്റുന്നു. ഞാൻ ആ തൊഴുത്തൊന്നും മാറ്റിയിട്ടില്ല. അതെൻ്റെ ജീവിതോപാധിയാണ്. ഇവരാർക്ക് വേണ്ടിയിട്ടാണോ എൻ്റെ വീട് വളയാൻ വന്നത്? ആ തെണ്ടി ചെയ്തിട്ട് ഈ മൃഗങ്ങളെയൊന്നും ഉപമിച്ചൂടാ.
അങ്ങനെ ഉണ്ടാക്കിയിട്ട് പോയ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പശുവിനെ നോക്കുന്നത്. അന്ന് എനിക്ക് വിവരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രസവിക്കൂല. ഇനി അഥവാ പ്രസവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആക്രി പറക്കേനെ ഇവരെ അഭിമാനം തീർക്കാൻ വേണ്ടി. ഞാൻ എവിടെയെങ്കിലും പാത്രം കഴുകാൻ പോയേനെ. ഞാൻ ഒരിക്കലും എൻ്റെ ഈ വീട്ടിൽ കല്യാണം കഴിച്ച ആണുങ്ങൾ എൻ്റെ അമ്മക്ക് 500-300 കൊടുത്തത് വാങ്ങാൻ ഞാൻ അമ്മേനടക്കം സമ്മതിക്കില്ലായിരുന്നു, എൻ്റെ ഇന്നത്തെ വിവരം ഉണ്ടെങ്കിൽ. എന്നിട്ട് അവർ വന്നിട്ട് ഇങ്ങനെ ആളാവുക, എൻ്റെ ജീവിതോപാധിയിൽ നാട്ടുകാർ കൈകടത്തുക. എനക്കൊറ്റൊന്നേ സ്ത്രീകളോട് പറയാനുള്ളൂ, നിങ്ങളൊരു പരിധി വിട്ടിട്ട് ഒരുത്തനെ ആശ്രയിക്കാൻ പാടില്ല. വിവരമില്ലാത്ത സമയത്ത് പ്രസവിക്കാൻ പാടില്ല. പിന്നെ പ്രസവിച്ച് പോയിട്ടുണ്ടെങ്കിൽ 18 വയസ്സ് വരെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. അതിനുശേഷം അവരോട് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറയാം. എന്നാലേ നമ്മൾ ജോലി ചെയ്തതിൻ്റെ വില അവർക്ക് മനസ്സിലാവും. മനസ്സിലായോ? നമ്മൾ കൊല്ലാനോ കളയാനോ അനാഥാക്കാനോ നിൽക്കരുത്. അന്തസ്സായിട്ട് പറ്റിപ്പോയത് നമ്മൾ ഉത്തരവാദിത്തം നമ്മൾ ചെയ്യണം. പക്ഷേ പറ്റിപ്പോവരുത്. കൊള്ളാത്തവൻ്റെ മക്കളെ പ്രസവിക്കരുത്. വീട്ടുകാർ പറഞ്ഞ പോലെ കല്യാണം കഴിക്കരുത്. നമ്മൾ പോയി അന്വേഷിക്കണം ആ ആളെങ്ങനെയുണ്ടെന്ന്. ആ ആളോട് നമ്മൾ സംസാരിക്കണം. മനസ്സിലായോ? നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. അപ്പം നമ്മളിപ്പോൾ ലാസ്റ്റ് അവസാന ഘട്ടത്തിൽ വിചാരിക്കുന്ന മനുഷ്യനല്ലേ, നമുക്കൊരു കൂട്ട് വേണം. അവിടെയും നമ്മളെ മുതലെടുക്കും. എന്ന കാര്യം എന്നറിയോ? ഇവള് കല്യാണമെല്ലാം കഴിഞ്ഞ് 2 മക്കളെ കൂടെയെല്ലാം ജീവിച്ച് എൻജോയ് ചെയ്ത് അവളെ എല്ലാ സുഖങ്ങളും കഴിഞ്ഞ് എൻജോയ്മെൻറ്റും കഴിഞ്ഞു. ഇനിയിപ്പോൾ അവൾക്ക് പിന്നെ ഒരു സപ്പോർട്ടിന് ഒരാളായിരിക്കും എന്ന് വെച്ച് നമ്മളെ പറ്റിക്കാൻ വരുന്നവരും ഉണ്ടാവും. എന്നിട്ട് നമുക്കവിടെ ഹോം നേഴ്സിൻ്റെ ജോലിയായിരിക്കും. അതുകൊണ്ട് വളരെ 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 ആലോചിച്ചിട്ട് വേണം ഒരു ലേഡി ജനിച്ച മുതൽ മരിക്കുന്നവരെ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ. ചളിവാരി എറിയാനും പരിഹസിക്കാനും മുതലെടുക്കാനും വരുമോ കാണോ എന്ന് ചോദിക്കാൻ ഒരുപാട് ആളുണ്ടാവും. നീ എന്നെ ഈ ഭൂമി ലോകം എല്ലെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂടെ കൂടാനും ആളുണ്ടാവും, മക്കളുണ്ടാക്കാനും ആളുണ്ടാവും. ആവശ്യം കഴിഞ്ഞാൽ അവർ പോവും. പിന്നെ ഈ വന്ന ആണുങ്ങൾ നമ്മളെ മക്കൾക്ക്, അത് വീട്ടിൽ കല്യാണം കഴിച്ച് വന്ന ആണുങ്ങളായാലും നമ്മളെ കല്യാണം കഴിച്ചവരായാലും മറ്റാരായാലും, നമ്മളെ വീട്ടിൽ നമുക്കോ നമ്മൾ ഉണ്ടാക്കിയ പെൺമക്കൾക്കോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഏതെങ്കിലും തരത്തിൽ ഹരാസ്മെൻറ്റിന് വരുന്നവരാണെന്ന് ഒരിക്കലും ഒരു സെക്കൻഡ് പോലും അവരെ വെച്ചേക്കരുത്. കൊള്ളാത്തവൻ്റെ മക്കളെ പ്രസവിക്കരുത്. എൻ്റെ അമ്മ എൻ്റെ തറവാട്ടിലെ 4-5 ചേപ്രത്തെണ്ടുകളിൽ എന്നെ വിറ്റ തെണ്ടീൻ്റെ ഭാര്യേൻ്റെയും ഒക്കെ അടിമപ്പണിയെടുത്തതുകൊണ്ട് ആണ് ഞാനും എൻ്റെ 2 മക്കൾ, അതായത് 3 ജീവിതം ഈ അമ്മ ചെയ്ത തെണ്ടിപ്പണി ഞാൻ എടുക്കാത്തതുകൊണ്ട് എന്തായി, എൻ്റെ മക്കൾ രക്ഷപ്പെട്ടു. നിങ്ങൾ അതാ മനസ്സിലാക്കേണ്ടത്. എൻ്റെ വീട്ടിലുള്ള ബാക്കി വരുന്ന ടീമുണ്ടല്ലോ, ഈ എന്നെ വിറ്റ തെണ്ടി അയാളെ അടുക്കളപ്പണിയെടുക്കാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയിട്ടില്ല. ആ വൈരാഗ്യത്തിന് ആ തെണ്ടി എൻ്റെ അമ്മയോട് പറഞ്ഞു, നീ വന്നോ എൻ്റെ വീട്ടിൽ, നിൻ്റെ മക്കൾ വരണ്ടാന്ന്. അവൻ പുതിയ വീട് കെട്ടിയപ്പോൾ. അപ്പോൾ ഞാൻ പോവില്ലായിരുന്നു. ഈ ജന്മം അവൻ്റെ ഭാര്യേൻ്റെ അടുത്തേക്കൊന്നും ഞാൻ പോവില്ല, എൻ്റെ മക്കളും പോവില്ല. അപ്പം നമ്മൾ ഒരു കാരണവശാലും നമുക്ക് എത്ര ലക്ഷം വെറുതെ കിട്ടിയാലും നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന
50 രൂപക്ക് 50 കോടീൻ്റെ അഭിമാനം, സുരക്ഷിതത്വം, മനസ്സമാധാനം, ഭയങ്കര കോൺഫിഡൻസ്. നമുക്ക് ലോകത്ത് ഒരാളും നമ്മളെ തകർക്കാനാവില്ല, തൊടാൻ പറ്റൂല. നമുക്ക് ശക്തമായിട്ട് എതിർക്കാനുള്ളൊരു മൈൻഡ് കിട്ടും. ഇപ്പം ഞാൻ എൻ്റെ അമ്മയോട്, എന്തിനാ ഈ കല്യാണം കഴിച്ചവരെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കയറി വരുന്നത്, അവരെല്ലാം തന്നിട്ടല്ലേ ഒപ്പിച്ച് പോന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് വോയിസ് ഉണ്ടാവില്ല, ശരിയല്ലേ? അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലോ ഒരു പുല്ലും വന്ന് ചോദിക്കൂലല്ലോ. ഈ അമ്മ എന്നൊക്കെ പറയുന്ന കക്ഷികളില്ലേ, തരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഹോളിൽ ഒരു പ്ലാന്റ് വെച്ചു എന്ന് വെച്ചോ. നമ്മൾ ഹോളിൽ ഒരു സെൻട്രലായിട്ട് ടേപ്പ് പോലെ ഒരു പ്ലാന്റ് വെക്കാം. ആ പ്ലാന്റ് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങോട്ടാ പോകുമെന്നറിയോ? ജനലിൻ്റെ അടുത്തേക്ക്, സൂര്യപ്രകാശം കിട്ടുന്നതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എന്ത് റിസ്ക് എടുത്തിട്ടും കുറച്ച് സമയം കൂടുതലെടുത്തിട്ടും ഏതെങ്കിലും വഴി ചുമര് കയറി മറിഞ്ഞ് 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 ലാസ്റ്റ് അതിൻ്റെ അറ്റം ഉണ്ടാവും ആ ജനലിൻ്റെ ഉള്ളിൽ പുറത്തേക്ക്. ഇതാണ് നമ്മളെ വീട്ടിലുള്ള പലരും ചെയ്യുന്നത്. അവസരം കിട്ടുന്നിടത്തേക്ക് എന്ത് വഴി നുഴഞ്ഞു കയറി അത് ഇങ്ങനെ ഗ്രാസ്പ് ചെയ്തെടുക്കും. അത് സെക്സ് ആയിക്കോട്ടെ, പൈസ തരുന്ന മക്കളോട് കാണിക്കുന്ന സ്നേഹമായിക്കോട്ടെ, അനാഥത്വമുള്ളവരെ ചൂഷണം ചെയ്യുന്നതിലായിക്കോട്ടെ, ഗതിയില്ലാത്തവരെ മക്കളെ പരിഹസിക്കുന്നതിലായിക്കോട്ടെ. അതാണ് നമുക്ക് ഗതിയില്ലാത്ത മക്കളുണ്ടാകുമ്പോൾ നിൻ്റെ അമ്മക്ക് മറ്റേ പണിയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന കൂടപ്പുറപ്പെല്ലാം ഉണ്ട്. നമ്മൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാലേ നിൻ്റെ അമ്മക്ക് മറ്റേ പണിയാന്ന് ഒരു 12 വയസ്സുള്ള മോളോട് സ്വന്തം വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്ത് എങ്ങനെ ഇരിക്കും? പ്രസവിക്കല്ലേ, കൊള്ളാത്തവൻ്റെ മക്കളൊരാളും പ്രസവിക്കല്ലേ, വെരി ഡേഞ്ചർ. ഗതിയില്ലാത്തവൻ്റെ മക്കളെ ഒരാൾ പോലും പ്രസവിക്കാൻ നിൽക്കരുത്. പ്രസവിച്ച വളർത്താം. അത് ഈച്ചൻ്റെ വരുത്തി ഈ വിറ്റവൻ്റെ കഥയും വീട്ടിൽ കയറി വരുന്നവരെ കഥയും പ്രസവിച്ച അമ്മേൻ്റെ കഥയും അച്ഛൻ്റെ കഥയും ഈച്ചൻ്റെ എവരിത്തിങ് പറഞ്ഞു കൊടുത്ത് ബോൾഡാക്കി നാട്ടുകാരെങ്ങനെയെന്ന് പറഞ്ഞു കൊടുത്ത് സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാനുള്ള പ്രാപ്തിയിലേക്ക് തന്നെ നമ്മൾ എത്തിക്കണം. അല്ലാണ്ട് നമ്മൾ എനഞ്ഞിരുന്നിട്ട് നമ്മളമ്മ ചെയ്ത പോലെ നമ്മളെ മക്കളെ ആക്കരുത്. ഞാൻ മോനും ഉണ്ടായതിന് ശേഷം എപ്പോഴും ഇവിടെ പ്രശ്നമാണ്. ഒരു പ്രാവശ്യം ഞാൻ കരഞ്ഞുകൊണ്ട് ഏട്ടൻ്റെയും കാരണവന്മാരെപ്പുറം കൂടിയിട്ട് ജന്മം നശിപ്പിച്ചതല്ലേ, ഇങ്ങനെ ചെയ്ത മക്കളുണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഞാൻ ഇനി നിൽക്കാതെ രക്ഷപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഏട്ടാ ഇങ്ങനെ ചെയ്താൽ മക്കളുണ്ടാവും നോക്ക അറിയില്ലോ ഏട്ടാ. അവിടെ നാണം കെടുത്തി. ഞാൻ എൻ്റെ അമ്മ എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊന്നും നിനക്ക് നമുക്ക് ഓരോ സേഫ്റ്റി ഇതെല്ലാം ഉണ്ടല്ലോ. ഇപ്പോഴും ചിന്തിക്കുമ്പോഴാണ് അന്ന് ഒരാൾ വന്ന് ഉപദ്രവിച്ചു, സഹിച്ചു. അപ്പോൾ ഞാൻ അമ്മയോട് സാധാരണ പോലെ പറഞ്ഞതാണ്, എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊന്നും ചെയ്താൽ മക്കളുണ്ടാവുമെന്ന്. ഈ മക്കളുണ്ടാവുന്നത് ഈ രീതിയിലാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഉടനെയല്ല, പിന്നെ അയാൾ വന്ന് ഇതേപോലത്തെ ഇഷ്യൂ വരുമ്പോഴാണല്ലോ ചർച്ചയുണ്ടാവുക. പിന്നെ അത് വേവലാതിയും വിഷമായിട്ടൊന്നല്ല, പരിഹാസ രൂപത്തിൽ. ഏട്ടനും അനിയത്തി അത്ര ടയ്യപ്പിലായിരുന്നു. ഇതെൻ്റെ അമ്മേൻ്റെ കാര്യമാണ് പറയുന്നത്, ലോകത്ത് മറ്റൊരു സ്ത്രീൻ്റെ കാര്യമല്ല പറയുന്നത്. അതുമല്ല, ഈ ഏട്ടനോട് പറയുമ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരുത്തനും ഉണ്ടായിരുന്നു കൂടെ. അയാളിപ്പം ജീവിച്ചിരിപ്പുണ്ട്. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. ഇവക്ക് അറിയില്ലായിരുന്നു. അതും പരിഹാസം.
അതും പരിഹാസം. ഇപ്പം നമ്മൾ ഒരു ഞാൻ പിന്നെ എനിക്കന്നേരം SLC വിദ്യാഭ്യാസമുള്ളൂ. അപ്പം ഞാൻ എന്തോ പറഞ്ഞു എന്തോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് അയാൾക്ക്. ഞാനിങ്ങനെ അന്നേരം ഈ വിറ്റ ചെറ്റ പട്ടി, ആ പട്ടിയല്ല ചെറ്റ ഡാഷ് മോൻ, എന്നിട്ട് ഇംഗ്ലീഷെല്ലാം അറിയാ, എവിടുന്നപ്പ പഠിച്ചത് ആ പുല്ലൻ ചോദിച്ചത്. അവൻ തൊണ്ടക്ക് ക്യാൻസർ വന്ന് പൂത്ത് കിടന്നിട്ട് ചത്തു. പക്ഷേ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച്, അവനെ കൊണ്ട് പിറകുന്ന ചരട് വലിപ്പിച്ച് ഒരു ഭീകരി ഇന്നും ഭൂമിയിലുണ്ട്. അവക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞാനിപ്പോൾ പറഞ്ഞ 2-3 മിനിറ്റ് പറഞ്ഞത് അവക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അവളാണ് വിൽപ്പനേൻ്റെ ഏറ്റവും വലിയ ബ്രോക്കർ. കാരണം ഈ സ്ത്രീ ഭർത്താവോട് പറയുന്ന കുറച്ച് പൈസ 20,000 രൂപ കൊടുത്തു സ്ത്രീധനം, കുറച്ച് പൈസ കൊടുത്തിട്ട് അതിൽ ഒഴിവാക്കി, അത്രയും നമുക്ക് വീട്ടിൽ ശല്യം കുറഞ്ഞല്ലോ എന്ന്. അവൾ ജീവിച്ചിരിപ്പുണ്ട്. അവൾ പുഴുത്ത് ചാവും. എന്നോട് പല ആൾ കമൻറ്റ് പറയുന്നുണ്ട്, അവൾ പുഴുത്തേ ചാവൂ, അത് നമ്മൾ കാണുകയും ചെയ്യും. പിന്നെ അവളെ തറവാടൊക്കെ നശിച്ച് മാക്സിമം നശിച്ചിട്ടു. ഉപ്പ് തിന്നാൾ വെള്ളം കുടിക്കട്ടെ. അപ്പോൾ എനിക്ക് ഇന്ന് ജീവിക്കുന്ന സ്ത്രീകളോട് പ്രായവ്യത്യാസം ഇല്ലാതെ എനക്കൊരു കാര്യം പറയാനുള്ളൂ. കൊള്ളാത്തവൻ്റെ മക്കളെ ഉണ്ടാക്കാൻ നിൽക്കരുത്. എങ്ങനെ മക്കളുണ്ടാവുമെന്ന് പഠിച്ചിട്ട് വേണം എല്ലാറ്റിനും നിൽക്കാൻ. ഒരു സ്വന്തക്കാരോ വീട്ടുകാരോ അച്ഛനോ അമ്മയോ കൂടപ്പറപ്പുകളോ അവരെ കല്യാണം കഴിച്ചവരോ തരുന്ന ഒരൗദാര്യത്തിന് നമ്മൾ നിൽക്കരുത്. നമ്മൾ വീഴാൻ പോകുന്നെന്ന് കാണുമ്പോൾ നമ്മൾ ശക്തമായിട്ട് എഴുന്നേറ്റ് സ്വന്തമായിട്ട് അധ്വാനിച്ച് വരുമാനം ഉണ്ടാക്കി ജീവിക്കാം. മോശം രീതിയിൽ നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നവൻ, അതേതവനായാലും, രാഷ്ട്രീയം ആയിക്കോട്ടെ, പണമായിക്കോട്ടെ, രക്തബന്ധമായിക്കോട്ടെ, വീട്ടിൽ കല്യാണം കഴിച്ചവരായിക്കോട്ടെ, ഏതവനും ആയിക്കോട്ടെ, നമ്മളെ ഏതെങ്കിലും രീതിയിൽ മെൻ്റലി, ഫിസിക്കലി, സെക്ഷലി, ഫിനാൻഷ്യലി നമ്മളേതെങ്കിലും തരത്തിൽ നമ്മളെ തൊട്ട് കളിക്കാൻ വരുന്നുണ്ടെങ്കിൽ ശക്തമായ തിരിച്ചടി കൊടുത്ത്, ഒരു ഭീഷണിക്കും വഴങ്ങാതെ, ഒരു പ്രലോഭനത്തിലും വീഴാതെ, പേടിക്കാതെ, പേടിപ്പിച്ച പോടാന്ന് പറയാനുള്ള ആർജവത്തോടെ മുന്നോട്ട് പോകണം. പോടാന്ന് പറയാൻ പറ്റണം. തൊഴിൽ ചെയ്യുന്നിടത്തായാലും വീട്ടിലായാലും റോഡിലായാലും പോടാ എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങളാവണം. അല്ലാതെ തളരരുത്. കുറേ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇടാൻ ഇടവരരുത്. ഇത് സാഹചര്യമാണ് ഇങ്ങനെ പറയിപ്പിച്ചത്. നിങ്ങളിങ്ങനൊരു സാഹചര്യത്തിലൂടെ വരാതിരിക്കണം. ഇപ്പം അങ്ങനെയുള്ള സാഹചര്യം ഉള്ളവരുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യണം. പിടിച്ചു നിന്ന് ജീവിച്ച് സ്വന്തമായിട്ട് അധ്വാനിച്ച് കാണിച്ചു കൊടുക്കണം. പോടാ. എന്നെ ഉപദ്രവിച്ചവരോടെല്ലാം ഞാൻ ഈ വീഡിയോ വഴി അതേ പറയുന്നുള്ളൂ. പോടാ 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 പോടാ.